നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി 5 ഇന്ത്യൻ വംശജർ US കോൺഗ്രസിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. US കോൺഗ്രസ് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ കാലിഫോർണിയ സെനറ്റർ കമല ഹാരിസ്, കോൺഗ്രസ് അംഗങ്ങളായ അമി ബേറ, രാജ കൃഷ്ണമൂർത്തി, പമീല ജയപാൽ, റോ ഖന്ന എന്നിവരാണ് സ്ഥാനമേറ്റത്. തിരഞ്ഞെടുക്കപ്പെട്ട 5 ഇന്ത്യൻ വംശജരും ഡെമോക്രാറ്റിക് പാർട്ടിക്കാരാണ്. സെനറ്റർ കമല ഹാരിസ് ആദ്യത്തെ ഇന്ത്യൻ വംശജയായ കാലിഫോർണിയ അറ്റോർണി ജനറലും ആദ്യ ഇന്ത്യൻ വംശജയായ സെനറ്ററുമാണ്. 2016 US ഇമിഗ്രേഷൻ വകുപ്പ് 4,50,000 പേരെയാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി 5 ലക്ഷം വിദേശീയരെയാണ് വിവിധ കുറ്റകൃത്യങ്ങൾക്കായി തടവിലാക്കിയിരിക്കുന്നത്. 2016 തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം മെക്സിക്കോയിൽ നിന്നുള്ള ഇതിനേക്കാൾ കൂടുതലായിരുന്നു. 2016 60,000 കുട്ടികളാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച് ഇമിഗ്രേഷന്റെ പിടിയിലായിരിക്കുന്നത്. കുടിയേറ്റ നിയമം കൂടുതൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ കൂടുതലാകാനാണ് സാധ്യത. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിലെ സുപ്രധാന തസ്തികകളിലൊന്നിൽ ഇന്ത്യൻ വംശജനായ രാജ് ഷാ നിയമിതനായി. ട്രംപിന്റെ ഇലക്ഷൻ പ്രചരണത്തിന്റെ വിവര സാങ്കേതിക വിദ്യയുടെ ചുമതല വഹിച്ചിരുന്ന ഇദ്ദേഹത്തെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ടു ദി പ്രസിഡന്റ്, ഡെപ്യൂട്ടി കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസർച്ച് ഡയറക്ടർ എന്നീ പദവികളിലേക്കാണ് നിയമിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ഇന്ത്യൻ വംശജരുടെ പ്രാതിനിധ്യം ഇല്ലെങ്കിലും ട്രംപ് ഭരണകൂടത്തിൽ സൗത്ത് കാരോലിന ഗവർണർ നിക്കി ഹെയ്ലി, പെപ്സിക്കോള സിഇഒ ഇന്ദിര നൂയി തുടങ്ങിയവരെ ഇപ്പോൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. H-1B വിസ ദുരുപയോഗത്തെ ശക്തമായി എതിർക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ 2 റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മെൻ H-1B വിസ ദുരുപയോഗം ചെയ്യുന്നതിനെ തടയുന്നതിനു വേണ്ടിയുള്ള ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. പ്രൊട്ടക്ട് ആൻഡ് ഗ്രോ ജോബ് ആക്ട് എന്ന ഈ ഭേദഗതി ബിൽ പ്രകാരം വളരെ ഉയർന്ന സാങ്കേതിക വിദഗ്ധരെ 1 ലക്ഷം കമ്പനികൾക്ക് H-1B വിസയിൽ ഇവിടേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഇതുമൂലം കമ്പനികൾ കുറഞ്ഞ വേതനത്തിൽ വിദേശ ജോലിക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള ജോലിക്കാരുടെ ജോലി സാധ്യത വേദന സംവേദനക്ഷമത, പെയിൻ ടോളറൻസ് കൂടുതലുള്ളവർക്ക് നിശബ്ദ ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണം കൂടുതലാകുവാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഹൃദയാഘാതത്തിന്റെ സാധാരണ ലക്ഷണങ്ങളായ നെഞ്ചുവേദന ഇത്തരം വ്യക്തികൾക്ക് അനുഭവപ്പെടാത്തതുകൊണ്ട് ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ബാഹ്യമായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയുള്ള ഹൃദയസ്തംഭനത്തെ പറ്റിയുള്ള പഠനത്തിലാണ് പെയിൻ ടോളറൻസ് ഉയർന്നു നിൽക്കുന്നവരിൽ വേദന തിരിച്ചറിയാൻ സാധിക്കാത്തതുമൂലം ഹൃദയാഘാതം മരണത്തിന് പ്രധാന കാരണമാകുന്നതെന്ന് കണ്ടെത്തി. അമേരിക്കയിലെ കെന്റക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയർ ജനറൽ കേബിൾ കോർപ്പറേഷൻ ഏഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും തങ്ങൾക്ക് ബിസിനസ് തരപ്പെടുത്തി കിട്ടുവാനായി കൈക്കൂലി നൽകിയ കുറ്റത്തിന് $75 മില്യൺ പിഴയടയ്ക്കാൻ കോടതി ഉത്തരവിട്ടു. അങ്കോള, ബംഗ്ലാദേശ്, ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കമ്പനി കൈക്കൂലി നൽകിയത്. ക്രിമിനൽ ഡിവിഷൻ ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും FBI-യും സംയുക്തമായാണ് അന്വേഷണം നടത്തി ഫോറിൻ കറപ്റ്റ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കേസെടുത്തത്. കമ്പനി തങ്ങൾ നടത്തിയ കൈക്കൂലി വിവരങ്ങൾ സ്വമേധയാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വിറ്റ്സർലൻഡിലെ വിദേശ ജോലിക്കാരുടെ വേതനം $1,80,275. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹോങ്കോങ്ങിലെ വിദേശ ജോലിക്കാരുടെ വേതനം $1,69,760. ഇന്ത്യയിലെ വിദേശ ജോലിക്കാരുടെ വേതനം $1,45,505. ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരിൽ 89% വിദേശ ജോലിക്കാരും തങ്ങളുടെ ജോലിയിൽ സംതൃപ്തരാണ്. ഇവരിൽ മിക്കവരും ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രതിനിധികളായി ഇന്ത്യയിലെ അവരുടെ കമ്പനികളിൽ ജോലി ചെയ്തു വരുന്നവരാണ്.
കേരള എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഓഫ് ഡാലസിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഡാലസ് ഫാർമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ ദേവാലയ ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. സെയിന്റ് മേരീസ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ഇടവകയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സൗത്ത് വെസ്റ്റ് റീജിയൻ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ അലക്സിയൂസ് മാർ യൗസേബിയൂസ് ക്രിസ്മസ് സന്ദേശം നൽകി. ഡാലസ് ഫോർട്ട് വർത്തിലുള്ള 25ഓളം ഇടവകകൾ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു. We thank thee, eternal God, for thy great gift of Jesus Christ to us and to the entire world. We thank thee that Christ's coming makes hope, peace, love, and joy possible for every tribe and every nation. 2016 ആണ്ടിലെ കേരള എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ പ്രസിഡന്റായി സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റവറൻ ഫാദർ രാജു എം ദാനിയൽ വന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുവാനായി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. Your Grace, Alexios Maris Rebius, Metropolitan of Southwest America, our chief guests, Reverend Chorepiscopos, respected clergies, Kerala Ecumenical Christian Fellowship member church members, Kerala Ecumenical Christian Fellowship committee members, all carol singers, my dear brothers and sisters, and all who have taken time to come together today's Kerala Christian Ecumenical Christmas program. Christ is born. Let us glorify him. May the peace of Christ our Lord Jesus Christ, who has incarnated for us, fill our lives. I wish you a very blessed feast of Nativity and a ഭയപ്പെടേണ്ട, ഞാൻ എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ സന്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു. നിങ്ങൾ പോയി അവനെ കണ്ട് വണങ്ങി നമസ്കരിപ്പീൻ. മകനെ, ഇതാണ് ദൂതൻ പറഞ്ഞ ലോകരക്ഷകൻ. നീ ആഗ്രഹിച്ചതുപോലെ ഈ പാദങ്ങളിൽ തൊട്ട് വണങ്ങിയാൽ. ും
സാംസ്കാരിക സംഘടന ചന്ദനത്തിന്റെ കുടുംബ കൂട്ടായ്മ സ്റ്റാഫർഡ് സിറ്റി ഡെസ്റ്റിനി സെന്ററിൽ വെച്ച് നടക്കുകയുണ്ടായി. രമേശ്, രാജു, ജയൻ, അജിത്, റോണി, മോനി, ദിനേശ്, അനിൽകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടുത്തത് ആർച്ച് ജോസഫ് റോമസിറ്റി, അടുത്തത് ടോണി ചന്ദ്രന്റെ പ്രസിഡന്റ്. Thank you so much, guys. Thank you. I congratulate and appreciate the organization. At this time, my friends, I wish you a very wonderful new year and God bless you all. നവവത്സര ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ചന്ദനത്തിന്റെ ഭാരവാഹികളോടും തീർച്ചയായിട്ടും എന്റെ അഗൈതവമായ നന്ദി പ്രകാശിക്കുന്നു. കഥകൾ പറയുമെന്നാൽ വരുമോ ചാരേമുന്നച്ചു ലീഗ് സിറ്റി മലയാളം സമാജത്തിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നൈറ്റ് ഓഫ് കൊളംബസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ആഘോഷങ്ങളോട് അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. ക്രസന്റ് സ്കൂൾ ഓഫ് ആർട്സിന്റെ ഉദ്ഘാടനം സ്റ്റാഫർഡ് സിറ്റി ഡെപ്യൂട്ടി മാനേജർ കെൻ മാത്യു നിർവഹിച്ചു. മുൻ ഫോമർ പ്രസിഡന്റ് ശശിധരൻ നായർ അധ്യക്ഷ പ്രസംഗം നടത്തി. ജോസഫ് കെന്നഡി, മൈസൂർ തമ്പി എന്നിവർ അനുമോദന സന്ദേശവും നടത്തി. 4 ബ്രാഞ്ചുകളുള്ള ഈ കലാവിദ്യാലയത്തിൽ 350ഓളം കുട്ടികൾ വിവിധ കലകൾ പഠിച്ചുവരുന്നു. സ്കൂളിന്റെ ആർട്ട് ഡയറക്ടർമാർ സാജു മാളിയേക്കൽ, ശ്രീദേവി എന്നിവരാണ്. I invite Sri Chorus Peter to do the honor. കലാക്ഷേത്രം എന്ന് പറഞ്ഞ സംഗീതം, നൃത്തം, അത് രണ്ടും കൂടെ ഭയങ്കരമായി ഒരു ബന്ധമുണ്ട്. അത് സംഗീതമില്ലാതെ നൃത്തമില്ല, നൃത്തമില്ലാതെ സംഗീതമില്ല. വന്ന അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നല്ലൊരു മ്യൂസിക് ക്ലാസ് തുടങ്ങണമെന്ന്. പക്ഷേ ജഗദീശ്വരനൊരു തീരുമാനമുണ്ടായിരുന്നായിരിക്കാം. ഇത്രയും ഞങ്ങൾക്ക് അത് പോരാ, അതിലും വലിയൊരു കലാകാരനെ ദൈവം ഞങ്ങൾക്ക് കൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂളിൽ അത് തുടങ്ങി. കലാദേവത വളരെയധികം അനുഗ്രഹിച്ച ഒരാളെ തന്നെ ഞങ്ങൾക്ക് വേണം എന്നായിരുന്നായിരിക്കാം ജഗദീശ്വരന്റെ നിശ്ചയം. Singing is a God-given talent. Not everybody can take it. Not everybody can. Even if I practice entire my life, it's never going to happen that I am going to be a good singer. This is going to be a God-blessed institution so that we can impart these kind of songs from India, and I wish you all the best. നമ്മുടെ പീറ്ററിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ മെച്ചപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് മേൽക്ക് മേൽ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂൾ നമുക്ക് ഒരു നല്ല മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ എല്ലാവിധ വളർച്ചയ്ക്കും ജഗദീശ്വരൻ നല്ല പ്രതിഫലം തരട്ടെ എന്ന് ആശംസിക്കുന്നു. പല സ്ഥലങ്ങളും നോക്കി. അപ്പോൾ ഞാനും പറഞ്ഞു സാജുവിൻ്റെ സ്കൂളിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ
പ്ലാനിട്ടു. എനിവേ അത് ഇവിടെ നടക്കാൻ ദൈവം സാധിച്ചു. ടീച്ചറിനെയും വർഷങ്ങളായിട്ടറിയാം. പിന്നെ നമ്മൾ ഡാൻസ് സ്കൂൾ ഇവിടെ ഭംഗിയായിട്ട് നടക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ക്രിസ്ത്യൻ സ്കൂളിനും പീറ്ററേട്ടൻ്റെ മ്യൂസിക് സ്കൂളിനും. ദൈവം അനുഗ്രഹിക്കുന്നു. നല്ലൊരു ടീച്ചറിൻ്റെ ശിക്ഷണത്തിൽ ഇവിടെ വരും തലമുറകൾക്ക് നമ്മുടെ കൾച്ചർ പകർന്നു കൊടുക്കാനായിട്ട് പീറ്ററേട്ടനിൽ ഞങ്ങൾ വളരെ വിശ്വാസമുണ്ട്. നല്ല സിംഗറാണ്, നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. സംഗീതത്തിനെ ഏറെ സ്നേഹിച്ച ഈ പീറ്ററേട്ടന് ക്രിസ്ത്യൻ സ്കൂളിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലും എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. I request Chorus Peter to give a word of thanks. ആദ്യമായിട്ട് എനിക്ക് പാടാനുള്ള കഴിവ് തന്ന ദൈവത്തിന് നന്ദി പറയാം. എനിക്ക് ജന്മം തന്ന അപ്പച്ചനെയും അമ്മച്ചയും അവർക്ക് നന്ദി പറയുന്നു. എൻ്റെ മരിച്ചുപോയ ഗുരുക്കന്മാർ, അവരുടെ എല്ലാം അനുഗ്രഹം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ എന്നെ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ റിലേറ്റീവ്സ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുപോലെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഞാൻ പേഴ്സണലായിട്ട് തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ നിങ്ങളെല്ലാം സഹകരണം എനിക്ക് വേണം, പ്രാർത്ഥനയും വേണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും